മിസ്സിന്റെ കൊമേഴ്സ് എടുത്തതിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നി? അവരൊന്നും ഇപ്പോഴും സെറ്റിൽ ആയിട്ടില്ല. അതൊരു ബാഡ് ചോയ്സ് ആയിരുന്നു. അനുമിസേ, ഞാനൊക്കെ കൊമേഴ്സ് പ്ലസ് ടു പഠിച്ചത്. മിസ് ഏതാണ് പഠിച്ചിട്ടുള്ളത്? ഞാനും +1 +2 കൊമേഴ്സ് ആണ്. ഈ ഞാൻ കൊമേഴ്സ് എടുത്തത് എനിക്ക് ഇതുവരെയായിട്ട് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. മിസ്സിന് എപ്പോഴെങ്കിലും കൊമേഴ്സ് പഠിച്ചതിൽ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കൊമേഴ്സ് പഠിച്ചതിൽ റിഗ്രറ്റ് തോന്നണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കൊമേഴ്സ് എടുത്തതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഇത്ര നേരത്തെ, അതായത് നല്ലൊരു ഭയങ്കര ഒരു 30s ഒന്നും ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കൊമേഴ്സ് എടുത്ത ആൾക്കാരാണ് ഈ ഒരു ഏജ് ആകുമ്പോഴത്തേനും സെറ്റിൽ ആയിട്ടുള്ളത്. സയൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഒരു ലോങ് ടേം സെറ്റിൽ അവരൊരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ CACM ടാഗ് ലൈൻ തന്നെ കണ്ടിട്ടില്ലേ, 21 വയസ്സിൽ ജോലി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മിസ് എന്തുകൊണ്ടാണ് സയൻസ് പഠിച്ചിട്ട് കൊമേഴ്സിലേക്ക് സ്റ്റാറ്റിലേക്ക്? അത് ഞാന് +2 സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ആണെങ്കിലും മാത്സ് ആണ്, BSc മാത്സ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ PG സ്റ്റാറ്റി എടുക്കായിരുന്നു, പക്ഷെ PG മാത്സ് എടുക്കായിരുന്നു. പക്ഷെ PG മാത്സ് എടുക്കാതെ ഞാൻ സ്റ്റാറ്റി എടുത്തത് എന്ന് പറയുന്നത് അതിന്റെ സ്കോപ്പ് കണ്ടിട്ട് തന്നെയാണ്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഡാറ്റ അനാലിസിസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബാ. നമ്മളിപ്പോ ഈ ഇൻസ്റ്റഗ്രാമിലായാലും അതെ, ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഡ് വരുന്ന ഒരു കാര്യമാണ് ഡാറ്റ അനലിസ്റ്റിന്റെ ലൈഫ്, അവരുടെ ഒരു വർക്കിംഗ് കൾച്ചർ, ആ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് മോഹിച്ചുകൊണ്ട് തന്നെ എടുത്ത ഒരാളാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്കോപ്പും കാര്യങ്ങളും കണ്ടിട്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താണ്. ഒരു മിസ്സിന് +2 കൊമേഴ്സ് മാത്സ് എടുത്തിട്ട് പിന്നെ ഡിഗ്രി BSc സ്റ്റാറ്റി എടുത്ത് അങ്ങനെ പോയെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് ഓറിയന്റഡ് ആവില്ലായിരുന്നോ? അതെ, അത് അന്ന് ഞാൻ PG പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിചാരിച്ചൊരു കാര്യമാണിത്. അതായത് എനിക്ക് ഒരിക്കലും അവിടെ മാത്സ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു, സയൻസ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ മുൻ രക്ഷിതാക്കളുടെ ഒരു ഇതാണ്, നമുക്ക് ഇതിപ്പോ 10th ഫുൾ A+ കിട്ടിയെങ്കിൽ ആ കുട്ടികൾ എന്തായാലും മിസ്സിന് ആ ചോദ്യം വന്നിട്ടുണ്ട്. അതെ, ഉണ്ടായിരുന്നു. എന്തായാലും ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചേഴ്സ് ചോദിക്കും, ഇത്ര മാർക്കുള്ള ആൾക്കാർ കൊമേഴ്സിൽ ഇരിക്കരുത്, നിങ്ങൾ എടുക്കേണ്ട സയൻസ് ആണ് എന്ന് പറയും. അതിന്റെ ആ ഒരു ചിന്താഗതി അന്നും പ്രശ്നമായിരുന്നു, ഇപ്പോഴും അത് പ്രശ്നം തന്നെയാണ്. എനിക്കും നിങ്ങളെ പോലെ തന്നെ അതേ ചോദ്യം. ഇപ്പൊ എനിക്ക് സ്കൂളിൽ നിന്നല്ല, എന്റെ ഫാമിലിയിൽ നിന്നാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ നാട്ടിൽ നിന്നാണ്. നീ ഇത്ര പഠിക്കുന്നുണ്ടല്ലോ, നല്ലൊരു കാലിബറിന്റെ കുട്ടിയാണല്ലോ, നീ എന്തുകൊണ്ട് കൊമേഴ്സ് എടുത്തുന്നുള്ള ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട്. ശരിക്കും കൊമേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ശരിക്കും അത് വേസ്റ്റ് ആയി പോകുന്നതോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എനിക്ക് എന്ത് പഠിക്കണം, എന്ന ലെവലിലേക്ക് എത്തണം. സോ അങ്ങനെ എത്തപ്പെട്ട കുട്ടികൾ കൊമേഴ്സിലേക്ക് എത്തുക, അവരെ ഞാൻ വെൽക്കം ചെയ്യാം കൊമേഴ്സ് ഫീൽഡിലേക്ക്. അടിപൊളിയായിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഫ്യൂച്ചർ ഏർലി തന്നെ അവർ സെറ്റിൽ ആകും, ഹൈലി പെയ്ഡും ആയിരിക്കും. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ആൾക്കാരും പ്രൊഫഷണൽ കോഴ്സസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്സ് എടുത്ത ആൾക്കാരാണ്. ഇനി അല്ലാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഫോർ എക്സാമ്പിൾ ഒരു പക്ഷേ കൊമേഴ്സ് കിട്ടി വന്ന ആൾക്കാർ, സയൻസിന് മാർക്ക് പോരാ, അഡ്മിഷൻ കിട്ടിയില്ല, അലോട്ട്മെന്റിൽ കൊമേഴ്സ് കിട്ടിപ്പോയി. പിന്നെ വേറെ കുട്ടികളുണ്ട്, കൊമേഴ്സ് സയൻസ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുക്കാം, ഓറിയന്റഡ് ഒന്നല്ല, പഠിക്കാൻ താല്പര്യം ആവില്ല, അതുകൊണ്ട് കൊമേഴ്സ് എടുക്കാം. ഇനിയല്ല ബൈ ദ വേ എങ്ങനെയെങ്കിലും കൊമേഴ്സ് എത്തപ്പെടെ, അല്ലെങ്കിൽ ഞാൻ കൊമേഴ്സ് എടുക്കണം എന്ന് വിചാരിച്ച് എടുത്തതാ, പക്ഷെ ഈ ഒരു ഡെസിഷൻ ശരിയാവോ, അല്ലെങ്കിൽ ഇത് എനിക്ക് സയൻസ് എടുക്കാത്തതിൽ ഇനിയിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഖേദിക്കോ എന്ന് പറയുന്നത് അങ്ങനത്തെ. ഈ വീഡിയോ കാണാൻ എല്ലാ വീട്ടിലും അറിയുന്ന ഒരു പേരാണ്. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയൊരു ബിസിനസ്മാൻ, ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ബിസിനസ്മാൻ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോരുത്തരെ പറയുള്ളൂ. സാറേ പറയാം, പറയാം ഞാൻ മുകേഷ് അംബാനി. നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ മുകേഷ് അംബാനി ആയിരിക്കും, വേൾഡ് നോക്കുമ്പോൾ എലോൺ മസ്ക് ആണ്. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇലോൺ മസ്ക് ഒരു സയൻസ് ഫീൽഡിലുള്ള ഒരാളാന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിൽ എനിക്കൊരു ആഡ് ഓൺ ഉണ്ട്. മൂപ്പര് സയൻസ് ഫീൽഡ് ആണെങ്കിലും മൂപ്പരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് എക്കണോമിക്സിൽ സപ്പോർട്ടിന് വേണ്ടി മാത്രം പറഞ്ഞാൽ പോരാ. അമേരിക്കയിലുള്ള ഏറ്റവും അതിപുരാതന 4ാമത്തെ കോളേജ് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ. അവിടുന്ന് എക്കണോമിക്സിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ, കൊമേഴ്സിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ മുകേഷ് അംബാനി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അഥവാ വെൽ റിനോഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അവിടെ നിന്നും MBA കഴിഞ്ഞുള്ള ഒരാളാണ്. ബിസിനസ് എന്തുകൊണ്ടാണ് ഇവർ ഈ സയൻസ് സ്ട്രീം എടുത്തവരും എല്ലാവരും അവസാനം MBA എടുക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും.
ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും MBA ഒരു ബേസിക് നോളജ് വേണം. അതായത് MBA പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, കൊമേഴ്സ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒരു സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം. അതുകൊണ്ടാണ് ഇവരൊക്കെ MBA പോകുന്നത്. ബിസിനസ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഒരു പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാനേജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യണമെങ്കിൽ എന്തായാലും അവിടുത്തെ അവിടുത്തെ ആൾക്കാർ മാത്രമല്ല, അവിടുത്തെ ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, പ്രൊഡക്ടിവിറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ ലീഡ് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു HR ടീമാണ്. യെസ്. അപ്പൊ ഓഫ് കോഴ്സ് നമുക്ക് നല്ലൊരു HR ആവണമെങ്കിൽ നമ്മൾ MBA ഗ്രാജുവേഷൻ എടുത്തുണ്ടാവണം. ഇപ്പം നമ്മുടെ ഗൂഗിളിലെ സുന്ദർ പിച്ചയില്ലേ, സുന്ദർ പിച്ചൈ ഇതേപോലെ ഈ നമ്മുടെ ഇലോൺ മസ്ക് പഠിച്ച അതേ യൂണിവേഴ്സിറ്റിയിൽ MBA അല്ല, ഗൂഗിൾ എടുത്ത് നോക്കാം. ഞാൻ ഇപ്പം ജസ്റ്റ് നോക്കാം. ഗൂഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ നിന്നാണ് നമ്മുടെ സുന്ദർ പിച്ചൈ MBA കഴിഞ്ഞിട്ടുള്ളത്. അത് ഭയങ്കര അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ സൂചന പോലെ എവിടെ ഇല്ലായിരുന്നു. നമുക്ക് ആർക്കും എല്ലാവരും അദ്ദേഹം ഒക്കെ ടെക് ഓറിയന്റഡ്, പക്ഷെ ഇവർക്കൊക്കെ അതായത് മാനേജ്മെന്റ് പഠിച്ചാലേ ഹൈ പെയ്ഡ് സാലറി കിട്ടുള്ളൂ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ടോപ്പ്, ഇനിയിപ്പോ എത്ര വലിയ സയന്റിസ്റ്റ് ആണെങ്കിലും അവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് നീ ഇത് ചെയ്യും, നിന്റെ ഡ്യൂട്ടി ഇതാന്ന് പറഞ്ഞിട്ട് ആജ്ഞാപിക്കുന്ന അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന അവർക്കുള്ള വർക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ മാനേജ്മെന്റ് ഫീൽഡിലുള്ള ഒരാളായിരിക്കും. അത് ഭയങ്കര അടിപൊളി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് എല്ലാവർക്കും പഠിക്കുക അല്ലെങ്കിൽ ഒരു കരിയർ ഓറിയന്റഡ് എന്നുള്ള പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഒരു സോഫ്റ്റ് സ്കിൽ ഉണ്ടാവും. മേ ബി മ്യൂസിക്കിലായിരിക്കും, മേ ബി ആക്ടിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. നല്ലോണം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ടീം മാനേജ് ചെയ്യുന്ന, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഈ ഒരു നമ്മുടെ ആ ഒരു സോഫ്റ്റ് സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പാഷന്റെ പുറകെ പോയിട്ട് കരിയർ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കൊരു കോൺഫിഡൻസിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കയ്യിൽ വേണമെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആക്ടർ സൂര്യ, മൂപ്പര് BCom കഴിഞ്ഞ ആളാണ്. അതെ, നമ്മുടെ ചെന്നൈയിൽ ലോയോള കോളേജിൽ BCom കഴിഞ്ഞ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഴ്സിനുള്ള കോളേജാണ് ലോയോള കോളേജ്. നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലോയോള കോളേജിൽ ഫ്രാൻസിൽ BBA ഫ്രാൻസ് കോഴ്സ് ഉണ്ട്. അഥവാ 2 വർഷം ലോയോള കോളേജിൽ പഠിച്ച് 3ാമത്തെ വർഷം ഫ്രാൻസിൽ പോയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യും അവര് അതിനെന്താ പറയാ, ഇന്റഗ്രേഷൻ ആണ്, കൾച്ചറൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. മൈഗ്രേറ്റ് സ്റ്റുഡൻസിനെ മൈഗ്രേറ്റ് ചെയ്യും. ഇനി ഇപ്പൊ നമുക്ക് ഏർലി സെറ്റിൽ ആണെന്നായിരിക്കും. ഒരു കുട്ടിക്ക് ഇപ്പം +2 കഴിയുമ്പോൾ ഒരു 17-18 വയസ്സാകും. അവനൊരു 3-4 അല്ലെങ്കിൽ 5-6 വർഷം കൊണ്ട് തന്നെ അവന് ഹൈ പെയ്ഡ്, അഥവാ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു 50 above ഒക്കെ സാലറി കിട്ടുമെങ്കിൽ, അഥവാ ഫസ്റ്റ് അഥവാ അവന് ട്രെയിനിങ് ഒന്നും ചെയ്യുന്നില്ല, നേരെ അവന് ജോലിക്ക് കയറുമ്പോൾ തന്നെ ഒരു 50 കയറുമ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു സാലറി കിട്ടണമെങ്കിൽ അവന് CA, ACCA, CMA, CS തുടങ്ങിയിട്ടുള്ള കോഴ്സസ് എടുത്താൽ മതി. ഇപ്പം ഇവരതൊന്നും വേണ്ട, ഒരു BCom + CMA US ഉണ്ടെങ്കിൽ, അഥവാ CMA US വെറും 9 മാസത്തെ ഒരു കോഴ്സാണ്. ഇത് കഴിഞ്ഞാൽ തന്നെ അവന് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ പോകണമെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ മൈഗ്രേറ്റ് മിഡിൽ ഈസ്റ്റിലേക്കാണല്ലോ. ഇനി അല്ലെങ്കിൽ ഈ UK പോലത്തെ അവിടുത്തെ ഒരുപാട്, അഥവാ UK അണ്ടറിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ പോകണമെങ്കിൽ വെൽ സെറ്റിൽ ആകും. അഥവാ ഇവിടെ നിന്ന് കിട്ടുന്ന എത്രയോ ഇരട്ടി അവിടെ നല്ലോണം പേയ്മെന്റ് കിട്ടും. പ്രത്യേകിച്ച് അക്കൗണ്ട്സ് ഫീൽഡിൽ വിദേശത്തിൽ ഇന്ത്യൻ അക്കൗണ്ടൻസിന് നല്ല മാർക്കറ്റ് ഉണ്ട്. അത് എന്തായാലും കൊമേഴ്സ്. ഇനി ഒന്നും വേണ്ട, ഇപ്പം നമ്മുടെ എജ്യൂപോർട്ടിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആളാരാ? ഒന്നുകിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന എന്തായാലും നമ്മുടെ CEO ആണ്. മൂപ്പര് എന്താ ഗ്രാജുവേഷൻ അറിയോ? അറിയില്ല, മാത്സ് ആണോ? അല്ലല്ല, മൂപ്പര് സിംഗപ്പൂരിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിന്ന് MBA കഴിഞ്ഞ ഒരാളാണ്. ലൈക്ക് നമുക്ക് എജ്യൂപോർട്ട് പോലെ ഒരു വലിയ കമ്പനിനെ ലീഡ് ചെയ്യുന്നത് MBA കഴിഞ്ഞ ഒരാളാണ്. പുള്ളിക്കാരനൊപ്പം ഫിനാൻസ് മാനേജ് ചെയ്യുന്നത് ACCA കഴിഞ്ഞിട്ടുള്ള നോയലാണ്. അപ്പം ആ ലെവലിൽ, അതായത് ഒക്കെ കോമേഴ്സ്, അഥവാ ടോപ്പ് ഹൈയറാർക്കി നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളതൊക്കെ കോമേഴ്സ് ഫീൽഡിലുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കി ഗൂഗിളിന്റെ ടാറ്റയുടെ ഒക്കെ HR സാലറി എത്ര ഉണ്ടാവുന്നുള്ളത്. ഫ്രഷേഴ്സിന് 65,000 ആണ് പെർ മന്ത് സാലറി. ഫ്രഷേഴ്സിന് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് കിട്ടുന്ന സാലറിയാണത്. സത്യം പറയുകയാണെങ്കിൽ അത് ഇപ്പൊ ഡാറ്റാ സയൻസ് ഫീൽഡ് എടുക്കുകയാണെങ്കിലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000 എന്നാണ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്കുണ്ടല്ലോ, NSSO, CSO അഥവാ നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഇതിന്റെ കീഴിൽ എല്ലാ കാര്യങ്ങളും ഡാറ്റ ഡ്രിവനാണ്. ലോകത്ത് നടക്കുന്ന എല്ലാം ഡാറ്റ മതി. ഇപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന് ആൾക്കാർ ഇറക്കുള്ളൂ. സോ അതെന്താ, അതൊരു ഡാറ്റയാണ്. ഇത്ര ആൾക്കാർ എല്ലാ കമ്പനീസിലും ഇപ്പൊ ഒരു ഡാറ്റാ സയൻസ് വേണം, സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് വേണം. പ്രൈവറ്റ് ആവട്ടെ ഗവൺമെന്റ് ഫീൽഡിലാവട്ടെ. ഗവൺമെന്റ് ഫീൽഡിൽ വേറൊരു അഡീഷൻ ഉണ്ട്. നമ്മുടെ ഈ ഒരു ഡാറ്റ ഓറിയന്റഡ് ആയിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ PhD ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിലാണ് PhD ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. പിന്നെ ഞാൻ പാർട്ട് ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. പാർട്ട് ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കുറച്ചും കൂടി ഏൺ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പോഴും ചോദിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഈ പ്രൊജക്ട് ചെയ്യാം, അതിന് പെർ മന്ത് 30,000 ആണ്. അപ്പം ലൈക്ക് പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ഒരു റിസർച്ച് അസിസ്റ്റ് ചെയ്യുമ്പോൾ 30,000 കിട്ടാന്ന് പറയുമ്പോൾ
അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി ഏൺ ചെയ്യാം. അത്രയും ഹൈ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പം MBBS ഒക്കെ പഠിക്കുന്ന ഒരാൾക്ക് ഇന്റേൺഷിപ്പിന് കിട്ടുന്നത് 20,000 ആണ്. അത്രേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അഥവാ ഇപ്പൊ നമ്മൾ CA പോലത്തെ അല്ലെങ്കിൽ SCCA പോലത്തെ കോഴ്സ് അല്ല സ്റ്റാർട്ട് എന്ന് പറയുന്നത്, എന്നിട്ടും അതിന് തന്നെ എത്രയും പേര് കിട്ടുന്നുണ്ട്. അതും സാധാ നമ്മൾ PG എത്ര PGകളും ഡിഗ്രികളും ഉണ്ട്. ഈ ഒരു PG കൊണ്ടാണ് ഇത്രയും കിട്ടുന്നത്. അല്ലാതെ വേറെ പ്രൊഫഷണൽ കോഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റായി. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ നാട് ചെറിയൊരു നാടാണ് മാവൂര് ഒരുപാട് ബാങ്ക് ഉണ്ട്. ഇപ്പൊ കൊടുവള്ളി, ഹനീനന്റെ കൊടുവള്ളിയിൽ ഒരുപാട് ബാങ്കുകൾ ഉണ്ടാകും. ഇപ്പം അനുവിന്റെ നീലേശ്വരം പറയണ്ടല്ലേ, നീലേശ്വരത്ത് ബാങ്ക് ഉണ്ടോ? എത്ര ബാങ്ക് ഉണ്ട്? എല്ലാ പ്രൈവറ്റ് ബാങ്കുകളും. എനിക്ക് തോന്നുന്നു ഒരു 11 ബാങ്ക്. ഞാനൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി 11 ബാങ്ക് ഞാനൊരു ദിവസം ഒരു ലോണിന് വേണ്ടിയിട്ട് എനിക്കതുണ്ട്. അപ്പൊ ഈ ബാങ്കിലൊക്കെ അക്കൗണ്ടൻസ് അല്ലേ ഉള്ളത്? ഒരു ബാങ്കിൽ എന്തായാലും ഒരു 5-8 അക്കൗണ്ടൻസ് ഉണ്ടാവില്ലേ? ഏറ്റവും ചെറിയ ബാങ്കിൽ മാത്രം ഒരു 5-8 അക്കൗണ്ടൻസ് ഉണ്ടാവും. കൊമേഴ്സ് പഠിക്കാത്ത ആരെയാണ് ബാങ്കിൽ എടുക്കുക? എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ. അതല്ലാണ്ട് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആരെയും ബാങ്കിൽ ആവശ്യമില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അതെ, ഞാൻ വിചാരിക്കും പിന്നെ ഇവരെന്തിനാണ് പോയെ? അവർക്ക് നേരെ കൊമേഴ്സ് എടുത്ത് ബാങ്ക് കോച്ചിങ്ങിന് പോയാൽ പോരായിരുന്നു. അപ്പം എനിക്ക് ഈ ഒരു ഡിസ്കഷൻ കിട്ടിയ ഒരു സമ്മർ എന്താണെന്ന് വെച്ചാല്, കൊമേഴ്സ് എടുത്തത് ആക്ച്വലി ഒരു എന്താ പറയാ, ഇവരുടെ ഒരു നമ്മൾ പറയല്ലോ ഒരു വരമായി കിട്ടിയതുപോലെ നമുക്കൊരു ചാൻസ് രക്ഷപ്പെട്ടു. അത്രേ പറയാനുള്ളൂ. ഏത് ഫീൽഡ് പോയി കഴിഞ്ഞാലും കൊമേഴ്സ് വേണം. നമ്മുടെ ഒരു ഇപ്പൊ നിങ്ങൾ സയൻസ് പഠിച്ചാലും നിങ്ങൾക്ക് കൊമേഴ്സ് അവസാനം എന്നെ പോലെ വലിയ ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ അത് മേ ബി റിച്ച് ആയിട്ടുള്ള ഒരാളാവണം, ഭയങ്കര ബിസിനസ് ചെയ്യുന്ന ഒരാളാവണം, വെൽ നോൺ ആയിട്ടുള്ള ഒരാളാവണം. കൊമേഴ്സ് ഉണ്ടോ എന്നാലും മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു രാജാവിന്റെ കഥ ഉണ്ടല്ലോ, ഒരു രാജാവ് ഒരു കുളത്തിൽ നിറച്ചും മുതല നിറച്ചു പറഞ്ഞു. ആരാണ് ഈ ഒരു കുളം ക്രോസ് ചെയ്ത് വരുന്നത് അവർക്ക് അടുത്ത രാജാവാണ് ചാൻസ് കിട്ടുന്ന പറയും. അപ്പം ഇത് ഓൾറെഡി നീന്തലൊക്കെ പഠിച്ച് ചാടിയ കൊമേഴ്സുകാരനായാലും ആരെങ്കിലും ഉന്തി തള്ളിയിട്ട കൊമേഴ്സുകാരനായാലും വൈവശാല് വന്നിട്ടുള്ള കൊമേഴ്സുകാരനായാലും എന്താവും, അവന് ആ രാജാവിന്റെ പട്ടം എന്തായാലും കിട്ടും, അത് ഉറപ്പായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ആ ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യാം, നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഇനി അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് ഇനി വേണ്ടുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ അവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നത്. അതെ, അപ്പൊ വളരെ മിനി ആയിട്ടുള്ള ഒരു ടീമാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി കൊമേഴ്സ് എന്ന് പറയുന്ന ലൈഫാണ്. കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ലൈഫ് അടിപൊളിയാക്കാൻ ഒരു മിനി ടീം ഇവിടെ നിൽപ്പുണ്ട്. ഇതിന്റെ പുറകിൽ ഒരു വലിയ. അപ്പം ആ ഒരു ടീമിലേക്ക്, അതിന്റെ ഒരു ഫാമിലി ആകാൻ നിങ്ങൾ എല്ലാവരെയും എഡ്യൂബോർഡിന്റെ ടീം കൊമേഴ്സിലേക്ക് വെൽക്കം ചെയ്യാണ് മക്കളെ. ഓൾ ദ ബെസ്റ്റ്.